പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് മലേഷ്യയിലെത്തി ഡേ 1 ഞങ്ങൾ എന്തെല്ലാം സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്തു എന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതുപോലെ നമ്മൾ മുമ്പ് മലേഷ്യയിൽ വരാൻ എന്തെല്ലാം ഡോക്യുമെൻ്റ് കയ്യിൽ കരുതണം, MDAC രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാന്നുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അങ്ങനെ ഞങ്ങൾ രാവിലെ 7 കോലാലംപൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് എയർപോർട്ട് ലൗഞ്ചിൽ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഫ്രഷപ്പൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ ടാക്സി സ്റ്റാൻഡിലേക്ക് പോയി. ഫസ്റ്റ് ഞങ്ങൾ പോകാൻ കരുതുന്നത് പുത്രജയാണ്. നമ്മൾ കോലാലംപൂരിൻ്റെ ഫെഡറൽ ടെറിട്ടറി ഭരണശിലാ കേന്ദ്രം എന്നൊക്കെ പറയും. 2011 കോലാലംപൂരിലെ തിരക്ക് കാരണം 2011 ഭരണശിലാ കേന്ദ്രം ഇവർ പുത്രജ എന്ന സിറ്റിയിലേക്ക് മാറ്റിയത്. പുത്രജ എന്ന സ്ഥലത്തേക്ക് നമ്മൾ എൻട്രൻസ് തന്നെ നമ്മൾ ഈ ഒരു ബ്രിഡ്ജ് പോയാണ്, ശരിവാസൻ ബ്രിഡ്ജ് എന്ന് പറയാം. നമ്മളെ ഫസ്റ്റ് തന്നെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ബ്രിഡ്ജ് തന്നെയാണ്. ഇതിൻ്റെ ആർക്കിടെക്ട് ആണെങ്കിലും ക്രിയേറ്റിവിറ്റി ആണെങ്കിലും മൊത്തത്തിൽ നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പിന്നെ ടൗണിലേക്ക് പോയത്. പിന്നെ ഞങ്ങൾ പോയ സ്ഥലം സൈനുൽ ആബിദീൻ മസ്ജിദാണ്. ഇതൊക്കെ കാണാനുള്ളത് എന്തെങ്കിലും മെയിനായിട്ട് ഇതിൻ്റെ ആർക്കിടെക്ട് തന്നെയാണ്. മൊത്തത്തിൽ നല്ലൊരു ആർക്കിടെക്ചർപരമായിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റി തന്നെയാണ് ഈ മസ്ജിദിലുള്ളത്. പിന്നെ തൊട്ടടുത്തൊരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ ലഞ്ചൊക്കെ ഞങ്ങൾ ഇവിടെ തന്നെയാണ് കഴിച്ചത്. അപ്പോൾ അവിടെ വരുന്നവരൊക്കെ ചില ദിവസങ്ങളിലേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഞങ്ങൾ പോയത് വെള്ളിയാഴ്ച ആയിരുന്നു, അതുകൊണ്ടാണ് എന്താ അറിയില്ല. അവിടെ ആ ടൈമിൽ നല്ല ഫുഡുകൾ കാര്യങ്ങൾ കിട്ടി, ചീപ്പ് റേറ്റിന് കിട്ടി. ഈ കാണുന്നതാണ് പുത്രജ സെന്റർ എന്ന് പറയുന്നത്. പ്രൈം മിനിസ്റ്ററിന്റെ ഒക്കെ ഓഫീസൊക്കെ ഇവിടെയാണ് വരുന്നത്. ഇതിന്റെ അടുത്ത് തന്നെയാണ് പുത്ര മോസ്കും വരുന്നത്, പിങ്ക് മോസ്ക് എന്നൊക്കെ പറയും. അപ്പോൾ കൂടുതൽ ടൂറിസ്റ്റുകളൊക്കെ ഈ ഭാഗത്തേക്ക് ഈ സൈഡിലേക്കാണ് വരുന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് 4-5 കിലോമീറ്റർ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ നേരത്തെ സൈനുൽ ആബിദീൻ മോസ്ക് കണ്ടത്. ഇതാണ് പുത്ര മോസ്ക്. രാത്രി 7 മണിയൊക്കെ ആയതുകൊണ്ട് തന്നെ സൺലൈറ്റ് ഒക്കെ കുറവാണ്, അതുകൊണ്ടാണ് ഒരു ക്ലാരിറ്റി കിട്ടാത്തത്. അങ്ങനെ ഇതാണ് പുത്രജയിൽ നമ്മൾ കാണാനുള്ള മെയിനായിട്ടുള്ള സ്പോട്ടുകൾ. പിന്നെ അങ്ങനെ ഞങ്ങൾ 7 മണി ടൈമായാലും പിന്നെ ഞങ്ങൾ നേരെ കോലാലംപൂർ ടൗണിലേക്ക് പോകാനുള്ള പ്ലാൻ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ ഡേ ഫുള്ള് പുത്രജ ടൗണ് ഫുള്ള് കവർ ചെയ്തു.